പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം തരം ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഹിന്ദി സാഹിത്യകാരനായ പ്രഭാതിൻ്റെ ബീർ ബഹൂട്ടി എന്ന കഹാനിയിലെ ആദ്യത്തെ 3 ഖണ്ഡികകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾ കാണുന്നത് ബേല എന്ന് പറയുന്ന പെൺകുട്ടിയും സാഹിൽ എന്ന് പറയുന്ന ആൺകുട്ടിയും സ്കൂളിലേക്ക് പോവുകയാണ്. അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. പോകുന്ന വഴിയിൽ ആ ചെറിയ പട്ടണത്തോട് ചേർന്നുള്ള വയലിൽ ബീർ ബഹൂട്ടികൾ എന്ന് പറയുന്ന മഴക്കാല പ്രാണികളെ അവർ നിരീക്ഷിക്കുന്നു. അടുത്ത ഖണ്ഡികയിൽ ഇവർ താമസിക്കുന്ന ഈ കസ്ബ, ചോട്ടാ ഷഹർ, കൊച്ചു പട്ടണത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन, कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खिंची तारों की कतारें, इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाज़ें, उनके पीछे चलता एक बदन उघाड़े कुम्हार. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पाइन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ड्रॉपर से पाइन में स्याही भरते थे. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രഭാത് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ്റെ കഹാനി. 1981 का साल, 19 എന്ന് പറഞ്ഞാൽ 19, 100 1900 1900, 81 80 എന്ന് പറഞ്ഞാൽ 80, ഇക്ക് എന്ന് പറഞ്ഞാൽ ഏക്ക്, 80ഉം ഏക്കും 1ഉം 81. അപ്പോൾ 1981 കാലം, സാൽ എന്ന് പറഞ്ഞാൽ വർഷം, കൊല്ലം, 1981 കൊല്ലം. അപ്പോൾ 1981 ഈ കഥ നടക്കുന്നത്. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ്. ആ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ, ഹിന്ദിയിൽ രാജ്യം എന്ന് പറയും സംസ്ഥാനത്തിന്, ജയ്പൂർ എന്ന് പറയുന്നത് ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ്. ഒരുപാട് കൊട്ടാരങ്ങളും മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളുമുള്ള സ്ഥലമാണ് ജയ്പൂർ. ജയ്പൂർ കെ നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത്. സവാരി ഗാഡിയോം ഔർ മാൽ ഗാഡിയോം സേ, സവാരി ഗാഡി എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിൻ, യാത്രക്കാർ സഞ്ചരിക്കുന്ന ട്രെയിൻ. മാൽ ഗാഡിയോം സേ, മാൽ എന്ന് പറഞ്ഞാൽ ഗൂഡ്സ്, സാധനങ്ങൾ, ചരക്ക് തീവണ്ടി. മാൽഗാഡി ഗൂഡ്സ് ട്രെയിൻ. സദാഭര, എല്ലായ്പ്പോഴും നിറഞ്ഞു കിടക്കുന്ന ഫുലേര ജംഗ്ഷൻ. ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പല ഭാഗത്തേക്ക് തീവണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതൊരു ജംഗ്ഷനാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ അല്ല. കണ്ണൂരിൽ നിന്ന് നമ്മൾ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, വേറെ ഇടത്തേക്കും അവിടുന്ന് പോകുന്നില്ല. പക്ഷേ മംഗലാപുരം ജംഗ്ഷനാണ്. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, കസ്ബ എന്ന് പറഞ്ഞാൽ ചോട്ടാ ഷഹർ, ചെറിയ പട്ടണത്തിൻ്റെ ലഗ്ഭഗ് ഏകദേശം, സൂനി ശൂന്യമായ, തങ്ക് ഇടുങ്ങിയ, സങ്കര ഗലിയ തെരുവുകൾ. ഗലിയോമേ ഖമോഷ് ഖടേ, ഈ തെരുവുകളിൽ നിശബ്ദം ഖടേ നിൽക്കുന്ന ബിജലി കെ ഖംബെ, ബിജലി എന്ന് പറഞ്ഞാൽ വൈദ്യുതി, മിന്നലെന്നും അർത്ഥമുണ്ട്. ഖംബെ എന്ന് പറഞ്ഞാൽ തൂണുകൾ, ഖംബ തൂണ്. അപ്പോൾ ആ തെരുവുകളിൽ നിശബ്ദം നിൽക്കുന്ന വൈദ്യുത തൂണുകൾ. ഖംബോം കെ ബീച്ച് ഖിഞ്ചി, തൂണുകളുടെ ഇടയിൽ ഖിഞ്ചി വലിക്കപ്പെട്ടിരിക്കുന്നു, കെട്ടപ്പെട്ടിരിക്കുന്നു. ഖിഞ്ചന വലിക്കുക. താരോം കി കത്താരേം, താർ എന്ന് പറഞ്ഞാൽ കമ്പി, ഇലക്ട്രിക് കമ്പി നമ്മൾ അതിൻ്റെ ഇടയിൽ വലിച്ചു കെട്ടൂലേ, അതിൻ്റെ കത്താരേം നിരകൾ. അപ്പോൾ ഒരുപാട് നിരകളുണ്ടാവും അല്ലേ, ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു കമ്പി മാത്രമല്ല, കുറേ കമ്പികളുണ്ടാവും, അതാണ് കത്താർ.
ഇൻ ഗലിയോമേം ജഹാം തഹാം ദിക്കായി പടുത്തേ ഹേ. ഈ ഗലികളിൽ, ഇൻ ഗലിയോമേം ജഹാം തഹാം അങ്ങിങ്ങായി അവിടെവിടെയായി, ദിക്കായി പടുത്തേ ഹേ ദിക്കായി പടുത്തേ കാണപ്പെടുന്നു. മീഠി ഗണ്ടിയാം ബജാത്തെ, മീഠി മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ള, ഘണ്ടി എന്ന് പറഞ്ഞാൽ മണി, നമ്മൾ കൈമിട്ട് അടിക്കുന്ന മണി. അപ്പോൾ അതെങ്ങനെ മധുരം വരിക? നല്ല ഈണത്തിൽ അടിക്കുക. ഖണ്ടിയാം ബജാത്തെ, നല്ല ഈണത്തിൽ മണിമുട്ടിക്കൊണ്ട്. ഫേരി വാലേ, ഫേരി വാലേ എന്ന് പറഞ്ഞാൽ വഴിയോര കച്ചവടക്കാർ, സാധനങ്ങൾ കയ്യിലോ അല്ലെങ്കിൽ പുറത്തോ തൂക്കിയിട്ടിട്ട് വിൽപ്പന നടത്തുന്ന വഴിയോര കച്ചവടക്കാർ. ഏക്ക് അന്ധേരീസി ഗലീമേം, ഒരു ഇരുട്ട് നിറഞ്ഞ, അന്ധേര ഇരുട്ട്, ഗലീമേം തെരുവിലൂടെ, 6-7 6-7 ഗധോം കി, ഗധ എന്ന് പറഞ്ഞാൽ കഴുത, കുതിര, പിന്നെ ഡോങ്കി, കഴുതകളുടെ, ഖുരോം കി, ഖുറ് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ കുളമ്പ്, കാലിൻ്റെ അടിയിലുള്ള കട്ടിയുള്ള നഖം പോലത്തെ സാധനത്തിനാണ് ഖുര്. അതിൻ്റെ ടാപ്പ് എന്ന് പറഞ്ഞാൽ നിലത്തിട്ട് ടപ്പ് ടപ്പ് നടിക്കുന്നതിനാണ് ടാപ്പ്. അതിൻ്റെ ആവാസേം ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നു. ഉൻകെ പീച്ചെ ചൽത്ത, ആ കഴുതകളുടെ പിറകെ നടക്കുന്നു. പീച്ചെ പിറകെ. ഏക്ക് ബദൻ ഉഘാടെ, ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, അർദ്ധനഗ്നനായ. ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം, ഉഘാടെ എന്ന് പറഞ്ഞാൽ പകുതി തുറന്ന. ശരീരം പകുതി തുറന്ന മീൻസ് അത് പകുതി മാത്രം വേഷം ധരിച്ച, ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത, കാരണം ദരിദ്രനായ ഒരു കുംഹാർ. കുംഹാർ എന്ന് പറഞ്ഞാൽ പോട്ടർ, നമ്മൾ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുശവൻ. ഇസി ദൃശ്യക്കെ ബീച്ച്, ഇങ്ങനെ ഒരു ദൃശ്യത്തിൻ്റെ ഇടയിലൂടെ, ഗുസർത്തെ ഹുയേ കടന്നു പോകുന്നു, ഗുസർന കടന്നു പോവുക, ദോ സ്കൂളി ബച്ചെ 2 സ്കൂൾ കുട്ടികൾ. ആരൊക്കെയാണ്? ബേല ഔർ സാഹിൽ. അപ്പോൾ വയലിന്, ഈ ചെറിയ പട്ടണത്തിനടുത്തുള്ള വയലിൽ ബീർബഹൂട്ടികളെ നിരീക്ഷിച്ചതിന് ശേഷം സ്കൂളിൽ മണിയടിക്കുന്ന ഒച്ച കേട്ടിട്ട് ബേലയും സാഹിലും മഷി നിറക്കണം, അതിനുവേണ്ടി പട്ടണത്തിലേക്ക് കൂടെ ഓടിപ്പോകുന്നു. ഉൻ ദിനവും പൈൻമേം 5 പൈസമേ നീലി സ്യാഹി ഭരി ജാത്തി ദി. അന്നത്തെ ദിവസങ്ങളിൽ, ആ കാലഘട്ടത്തിൽ പെന്നിൽ 5 പൈസക്ക് നീലമഷി നിറച്ചിരുന്നു. നീലി സ്യാഹി, നീലമഷി. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലേ, സ്റ്റേഷനറി പീഡക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ അനാദി കച്ചവടം, അല്ലേ, ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കച്ചവടക്കാരനെയാണ് സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലേ. പിന്നെ കടലാസ്, പെന്ന്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഡ്രോപ്പർസേ, ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ മരുന്നെല്ലാം ഉറ്റിക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ, കണ്ണിലും ചെവിയിലൊക്കെ ഉറ്റിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അതിനെയാണ് ഫില്ലർ, ഡ്രോപ്പർ എന്നൊക്കെ പറയും. ആ ഡ്രോപ്പറിനെ കൊണ്ട് പെൻമേ, പൈൻ എന്ന് പറഞ്ഞാൽ പെന്ന്, സ്യാഹി ഭർത്തേതേ മഷി നിറച്ചു കൊടുക്കും. അപ്പോൾ 5 പൈസക്ക് പണ്ടത്തെ കാലത്ത് മഷി നിറക്കുന്ന പെന്നിൽ മഷി നിറച്ചു കൊടുക്കും. ബാക്കി അടുത്ത ക്ലാസ്സിൽ.